ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഫോളോയിങ് മേജർ ടെക്നോളജിക്കൽ ചേഞ്ചസ് A to D in the development of computers based on first to fourth generation of computers. Then transistors, microprocessor, vacuum tube, integrated circuit. Choose the correct answer from the options given below. IT ആയിട്ട് ബന്ധപ്പെട്ട ICT ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൻ്റെ ആൻസർ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? എന്താണ് ഇതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ജൂൺ 2024 പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. ICT ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഏരിയ ഏതാണെന്ന് കവർ ചെയ്യാം. സോ നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ICT എന്നുള്ള മൊഡ്യൂളിലുള്ള ഒരു ഏരിയയാണ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളത്. കമ്പ്യൂട്ടറിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജനറേഷൻസ് ഏതൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ഏരിയയാണിത്. ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെയിൻലി ജനറേഷൻസ് 5 ജനറേഷനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒന്നാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്നുള്ളത്. അത് ഫസ്റ്റ് ജനറേഷൻ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് വാക്യൂം ട്യൂബ് എന്നുള്ളതാണ്. വാക്യൂം ട്യൂബ് എന്നുള്ള ടെക്നോളജിയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഓപ്പറേഷൻസ് ബേസ്ഡ് ഓൺ മാഗ്നറ്റിക് ടേപ്പ് ആൻഡ് മാഗ്നറ്റിക് ഡ്രം. മാഗ്നറ്റിക് ടേപ്പും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഡ്രമ്മും യൂസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷനിലുള്ളത്. അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ളത്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന് യൂണിവാക്ക് ആണ്. യൂണിവാക്ക്, അതുപോലെ തന്നെ IBM 701, ദെൻ എഡ്വാക്ക്, ഇങ്ങനെയൊക്കെയുള്ള കമ്പ്യൂട്ടേഴ്സാണ് ഇതിന് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇതാണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്നുള്ളത്. ഇനി നമ്മൾ സെക്കൻഡ് ജനറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ജനറേഷൻ്റെ പ്രധാനമായിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററാണ് സെക്കൻഡ് ജനറേഷൻ എന്നുള്ളത്. ദെൻ അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് കോർ ടെക്നോളജിയാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് IBM 1401 ആൻഡ് PDP, ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. IBM 1401 ആൻഡ് PDP എന്നുള്ള കമ്പ്യൂട്ടേഴ്സ്. ദെൻ തേർഡ് ജനറേഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് ജനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ IC ചിപ്പുകളാണ് അതിൻ്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പറേഷൻസ് പ്രധാനമായിട്ടും ബേസ്ഡ് ഓൺ കീബോർഡ്സ് ആൻഡ് മോണിറ്റേഴ്സ്, കീബോർഡിനെയും അതുപോലെ തന്നെ മോണിറ്റേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരുന്നു ഈ ഒരു കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് IBM 360, അതുപോലെ തന്നെ PDP-2 ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ദെൻ മൂവിങ് ഓൺ ടു ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. അതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സർ എന്നുള്ളൊരു ടെക്നോളജി ആയിരുന്നു ഫോർത്ത് ജനറേഷനിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെതാണ് മൾട്ടി പ്രോസസ്സിങ് അല്ലെങ്കിൽ മൾട്ടി പ്രോഗ്രാമിംഗ് എന്നുള്ളതൊക്കെ. അതായത് അറ്റ് എ ടൈമിൽ തന്നെ ഒരുപാട് പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിങ്സ് റൺ ചെയ്യിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ടെക്നോളജി, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ആയിട്ട് പറയുന്നത്. അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് C++ അല്ലെങ്കിൽ SQL പോലെയുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ആയിരുന്നു ഈ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് DC-10, അതുപോലെ തന്നെ സ്റ്റാർ 1000, ഇങ്ങനെയൊക്കെയുള്ള കമ്പ്യൂട്ടേഴ്സാണ് ഈ ഒരു ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് വൺ പ്രസന്റ്ലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI എന്നൊക്കെ പറയുന്ന ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള AI ടെക്നോളജിയാണ് ഈ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓപ്പറേഷൻസ് പ്രധാനമായിട്ടും റോബോട്ട് ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ, ഇതൊക്കെയാണ് ഈ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇതാണ് കമ്പ്യൂട്ടേഴ്സിൻ്റെ 5 ജനറേഷൻ എന്നുള്ളത്. അറിഞ്ഞിരിക്കുക. പ്രധാനമായിട്ടും അവർ ചോദിക്കുന്നത് ഏത് ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് ഓരോ ജനറേഷനും എന്നുള്ളതാണ്. ഓർത്തിരിക്കുക. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് വാക്യൂം ട്യൂബ് ബേസ്, ദെൻ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ബേസ്ഡ്, ദെൻ തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ IC ബേസ്ഡ്, ദെൻ ഫോർത്ത് ജനറേഷൻ എന്ന് പറയുന്നത് മൈക്രോ പ്രോസസർ ബേസ്ഡ്, ദെൻ ലാസ്റ്റ് ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ളതാണ്.
ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളത്. സോ അറിഞ്ഞിരിക്കുക, ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറേഷനും ഓരോ ജനറേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദി ഫോളോയിങ് മേജർ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് ഓൺ ഫസ്റ്റ് ടു ഫോർത്ത് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ മുതൽ ഫോർത്ത് ജനറേഷൻ വരെ എന്തൊക്കെ പ്രധാനമായിട്ടുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസ് ആണ് കമ്പ്യൂട്ടേഴ്സിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിനകത്തുള്ളത് ട്രാൻസിസ്റ്റേഴ്സ്, മൈക്രോ പ്രോസസർ, വാക്യൂം ട്യൂബ്സ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉള്ളത്. സോ ഇതിൻ്റെ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ക്രോണോളജിക്കൽ ഓർഡറിൽ ഫസ്റ്റ് ടു ഫോർത്ത് ജനറേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇനി എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഏതാണ് ഇതിൻ്റെ ആൻസർ? എന്താണ് ഈ ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഓർഡർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ആൻസർ? യെസ്, ഫോർത്ത് വൺ ആണ് ആൻസർ എന്നുള്ളത്. ആദ്യത്തെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മൾ പറഞ്ഞത് വാക്യൂം ട്യൂബ്സ് എന്നുള്ളതാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സ് എന്നുള്ളതാണ്. ദെൻ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ IC എന്ന് പറയുന്നതാണ് തേർഡ് ജനറേഷൻ എന്നുള്ളത്. ദെൻ ഫോർത്ത് വൺ മൈക്രോ പ്രോസസറാണ് ഫോർത്ത് ജനറേഷൻ എന്നുള്ളത്. സോ ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡർ അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് വാക്യൂം ട്യൂബ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഫസ്റ്റ് ജനറേഷൻ എന്നുള്ളത്. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതും, അതുപോലെ തന്നെ തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ IC ബേസ് ചെയ്തിട്ടുള്ളതും, ഫോർത്ത് ജനറേഷൻ എന്ന് പറയുന്നത് മൈക്രോ പ്രോസസർ ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജി ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ജൂൺ 2024 ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Which of the following electronic technologies is the key technology for making the first generation electronic computer? First generation electronic computers ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള പ്രധാന കീ ടെക്നോളജി എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ജനറേഷൻ്റെ ടെക്നോളജി എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസിലുള്ളത് ട്രാൻസിസ്റ്റർ ബേസ്ഡ്, ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ബേസ്ഡ്, വാക്യൂം ട്യൂബ് ബേസ്ഡ് ആൻഡ് ഡ്യുവൽ കോർ CPU ബേസ്ഡ് എന്നുള്ള 4 ഓപ്ഷൻസ് ആണുള്ളത്. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ ഫസ്റ്റ് ജനറേഷൻ എന്നുള്ളത് ഏതായിരുന്നു ഫസ്റ്റ് ജനറേഷൻ്റെ ടെക്നോളജി? യെസ്, വാക്യൂം ട്യൂബ് ബേസ്ഡ്. വാക്യൂം ട്യൂബിനെ ബേസ് ചെയ്തിട്ടുള്ള വാക്യൂം ട്യൂബ് ബേസ്ഡ് എന്നുള്ളതാണ് ഫസ്റ്റ് ജനറേഷൻ എന്നുള്ളതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ കറക്റ്റ് ആൻസർ എന്നുള്ളത് 3 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ഏരിയയാണ് ഇന്ന് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളത്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് എന്നുള്ളതും ഈ ഒരു ഏരിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. വേറെയും ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റീസെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളത്. സോ അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ജനറേഷൻസ് എന്നുള്ളത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.